കൺഗ്രാജുലേഷൻസ് മിസ്റ്റർ ഡേവിഡ്. താനൊരു അത്ഭുത പ്രതിഭാസം തന്നെയാണ്. അതെ, എല്ലാം എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ വർഷവും ബിസിനസ്സിൽ ഒത്തിരി ലാഭമുണ്ടായി. 10 ലക്ഷം രൂപയുടെ ലാഭം. ഓഫീസിൽ ഞാൻ ഇരിക്കുമ്പോൾ ന്യായമായിട്ടുള്ള ലാഭവും അതുകൂടാതെ കൈക്കൂലിയായിട്ട് ലാഭം വേറെയും. കയ്യിൽ കാശില്ലെങ്കിൽ ഇന്ന് എന്താണ് നമുക്ക് ലഭിക്കുക? കാശുണ്ടെങ്കിലോ എന്താണ് നമുക്ക് കൈക്കലാക്കാൻ സാധിക്കാത്തത്? നോക്കുക, ഞാൻ പണക്കാരനായപ്പോൾ ഇന്ന് എൻ്റെ അടുത്ത് എത്രയോ ആൾക്കാരാണ് ദിവസവും വരുന്നത്. ഡേവിഡിൻ്റെ പേര് ഇന്ന് ഈ നഗരത്തിൽ ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? ജീവിതത്തിൽ സ്വർഗം എന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുതന്നെ സ്വർഗം. എൻ്റെ ഡാർലിംഗ് സ്വീറ്റി, അടുത്ത വർഷം കുറെ കൂടെ കാശുണ്ടാക്കിയിട്ട് നിന്നെ ഞാൻ തീർച്ചയായിട്ടും വിവാഹം ചെയ്യും. അതിനുശേഷം എന്നും വലിയ വലിയ ഹോട്ടലുകളിൽ താമസം, അടിപൊളി ഭക്ഷണം, നമ്മൾ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് കാണും, ആടി പാടി അടിച്ച് പൊളിച്ച് ജീവിക്കും. ഏയ് ഏയ്, നീ ആരാണ്? എൻ്റെ അനുമതി കൂടാതെ നീ എങ്ങനെ അകത്തു വന്നു? എല്ലാ കതകുകളും അടഞ്ഞു കിടക്കുന്നു. എന്നിട്ടും നീ എങ്ങനെ അകത്ത് കടന്നു? ഡേവിഡ്, നീ എന്നെ തിരിച്ചറിയുന്നില്ലേ? ഞാൻ എപ്പോഴും നിന്റെ കൂടെയുണ്ട്. എന്നിട്ടും നീ എന്നെ അറിയുന്നില്ല. ഈ ലോകത്തിൽ എന്നെ അറിയാത്തവരായി ആരുമില്ല. നീ ഒരു വിദ്യാസമ്പന്നനായ യുവാവാണല്ലോ. ലോകത്തെപ്പറ്റി ഒത്തിരി അറിവുള്ളവനാണല്ലോ. എന്നിട്ടും ഇല്ല ഇല്ല, എനിക്ക് നിന്നെ അറിയില്ല, അറിയുവാൻ ആഗ്രഹവുമില്ല. കടക്കൂ ഉടനെ പുറത്ത്, അല്ലെങ്കിൽ ഞാൻ ഉടനെ പോലീസിനെ വിളിക്കും. പോലീസുകാരെ? നല്ല തമാശ. അവർക്കും എന്നെ നന്നായി അറിയാം. അവരും എന്നെ ഭയക്കുന്നു. പിന്നെ അവർക്ക് എന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? കേൾക്കുക, ശ്രദ്ധിച്ചു കേൾക്കുക. എന്നെ നീ എന്റെ സ്വരം തിരിച്ചറിയുന്നില്ലേ? ഇല്ല ഇല്ല, എനിക്ക് നിന്നെ ഒട്ടും അറിയില്ല. പുറത്ത് കിടക്കു ഉടനെ തന്നെ, അല്ലെങ്കിൽ ഞാൻ വെടിവെച്ച് കളയാം. മരണത്തെ വെല്ലുവിളിക്കാൻ വേണ്ടി തോക്ക്? എത്ര വിചിത്രമായ കാര്യം! നിന്റെ തോക്ക് മേശയിൽ തന്നെ തിരിച്ചു വയ്ക്കുക. എന്താ ഇതുവരെ എന്നെ മനസ്സിലായില്ലേ? ഞാൻ നിനക്കെന്താ ഓർമ്മയുണ്ടോ? നിന്റെ കുട്ടിക്കാലത്ത് നീ മഞ്ഞപ്പിത്തം പിടിച്ച് മരിക്കാറായി ആശുപത്രിയിൽ കിടന്നപ്പോൾ, അപ്പോൾ ഞാൻ ആദ്യമായി നിന്റെ അടുത്ത് വന്നു. പക്ഷേ നീ അന്നൊരു കുട്ടിയായിരുന്നത് കൊണ്ട് എന്നെ തിരിച്ചറിഞ്ഞില്ല. പക്ഷേ ഇതെല്ലാം നിനക്ക് എങ്ങനെ അറിയാം? നീ കേൾക്കുക. രണ്ടാമത് നിന്റെ പക്കൽ ഞാൻ വന്നത് നീ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു. എന്താ, നീ ആ സംഭവം ഓർക്കുന്നില്ലേ? നിങ്ങൾ കോളേജിൽ നിന്ന് പിക്നിക്കിന് പോയപ്പോൾ നീ പുഴയിൽ മുങ്ങിപ്പോയി മരണത്തെ നേരിൽ കണ്ട നിമിഷം. പക്ഷേ ഞാൻ അതിനുശേഷം ഞാൻ നിന്റെ അടുത്ത് ഒരു പ്രാവശ്യം വീണ്ടും വന്നു.
നിനക്ക് മോട്ടോർ സൈക്കിൾ അപകടമുണ്ടായ സമയത്ത് ആ ദിവസം നീ എന്നോട് കേണപേക്ഷിച്ചു, കുറച്ചുകൂടി സമയം തരണമേ എന്ന് പറഞ്ഞു. ഞാൻ നിന്റെ ദയനീയാവസ്ഥ കണ്ട് വീണ്ടും നിനക്ക് സമയം തന്നു. പക്ഷേ നീ വീണ്ടും തെറ്റായ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. ഇതാ ഞാനിപ്പോൾ നിന്റെ മുമ്പിൽ നിൽക്കുന്നു. നിന്നെ കൊണ്ടുപോകാൻ തന്നെയാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. വരിക എൻ്റെ കൂടെ. വന്നേ പറ്റൂ. ഇല്ല ഇല്ല, ഇപ്പോൾ ഞാൻ വരാൻ ആഗ്രഹിക്കുന്നില്ല. ദയവായി എന്നെ ഒഴിവാക്കുക. ഞാൻ ഇത്രമാത്രം കഷ്ടപ്പെട്ട് ഈ ലോകത്തിലുള്ള ഇതെല്ലാം തന്നെ സ്വന്തമാക്കിയതാണ്. ഇതെല്ലാം ഞാൻ എങ്ങനെ ഉപേക്ഷിക്കും? എൻ്റെ വിവാഹവും കഴിഞ്ഞിട്ടില്ല. നീ മറ്റാരോടെങ്കിലും അവിടത്തേക്ക് പോവുക. ഈ ലോകത്ത് ധാരാളം പ്രായമായവരില്ലേ, അസുഖം ബാധിച്ച് കിടക്കുന്നവരില്ലേ. ഞാനിപ്പോൾ ചെറുപ്പമല്ലേ. ദയവായി എന്നെ 50 വർഷമെങ്കിലും ജീവിക്കാൻ അനുവദിക്കുക. ആട്ടെ, 50 വർഷം കിട്ടിയാൽ നീ എന്തു ചെയ്യും? ഞാൻ പല കാര്യങ്ങളും ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആർക്കു വേണ്ടി? എനിക്ക് എൻ്റെ വീണ്ടും പഴയപടി. എനിക്ക് ഇങ്ങനെയുള്ള വാക്കുകളല്ലാതെ നിന്റെ പക്കൽ ഒന്നുമില്ലേ? നിന്റെ സ്വാർത്ഥ ജീവിതം അവസാനിപ്പിക്കുക. പശ്ചാത്താപത്തിന്റെയും പാപപരിഹാരത്തിന്റെയും മാർഗത്തിലേക്ക് കടന്നു വരിക. അപ്പോൾ നിനക്ക് എന്നെ ഭയപ്പെടേണ്ട ആവശ്യമുണ്ടാകില്ല. ഈ ലോകത്തിലെ എല്ലാ നശ്വര വസ്തുക്കളും വിട്ടുകളയുക. ഈശ്വര സന്നിധിയിൽ സമ്പന്നനാകാൻ ശ്രമിക്കുക. ഈ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ നിനക്കെന്തു ലാഭം? ദയവായി എനിക്ക് കുറച്ചുകൂടി സമയം തരിക. ഞാൻ എൻ്റെ ജീവിതം മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ശരി, ഇന്ന് ഞാൻ നിനക്ക് ഒരവസരം കൂടി തരുന്നു. പക്ഷേ അടുത്ത തവണ ഞാൻ വരുമ്പോൾ ഒരു ഉപേക്ഷയും പാടില്ല. നന്നായി ചിന്തിക്കുക, ജീവിതം മെച്ചപ്പെടുത്തുക. ലോകത്തിൻ്റെ ക്ഷണഭംഗുരതയും ജീവിതത്തിൻ്റെ മഹത്വവും മനസ്സിലാക്കുക. നിനക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ ജീവിക്കുക.